കുറേ നാളായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. രശ്മിക മന്ദാന കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ, ഒരു സാധാരണ പയ്യൻ അവരോടൊപ്പം ഒരു സെൽഫിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു ഇവൻ ഇങ്ങനത്തെ കഷ്ടപ്പെടുന്നതും ആ സെക്യൂരിറ്റിയോടെ പയ്യനെ പിടിച്ച് തള്ളുന്നതും. സത്യം പറഞ്ഞാൽ മഹാകഷ്ടമാണ് അവസ്ഥ. ഞാൻ ഈ വ്യക്തിയെ ഫോക്കസ് ചെയ്തല്ല സംസാരിക്കുന്നത്. ഇതുപോലെ കുറേ മനുഷ്യന്മാർ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഉണ്ട്. ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ എയർപോർട്ടിൽ വരാൻ നേരത്ത് അവരെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഈ വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ ഈ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ക്യാമറ ആയിട്ട് നിൽക്കും. ഇവരിങ്ങനെ നടന്നു പോകുന്ന നേരത്ത് ക്യാമറ പുറകിൽ ഇവരെ കാണും. എന്തോ വലിയ വലിയ സംഭവമായിട്ട് എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യും. അല്ല, നമുക്ക് ഇവരുടെ ഒരു പ്രൈവസിയിലേക്ക് കടന്നു കയറി അവരോടൊരു ചോദ്യം പോലും ചോദിക്കാതെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പോലും ചോദിക്കാതെ ഇടിച്ചു കയറുന്ന ആൾക്കാരെ കാണാം. ചില സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഈ മരണ വീട്ടിൽ വരാൻ നേരത്ത് അതിനിടയിൽ നിന്നിട്ടും സെൽഫി ചോദിക്കുന്ന ചില മഹാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു സെൽഫ് റെസ്പെക്ട് വേണം. ഒരു സെലിബ്രിറ്റിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി നാട്ടുകാർക്ക് മുമ്പിൽ നമ്മളൊരു കോമാളിയായി പോകരുത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു ശല്യമായി പോകരുത്. ഇതുപോലെ ശല്യങ്ങളുടെ എണ്ണം ഇപ്പോൾ കൂടി വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി അവർക്ക് നമ്മളെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അവിടെ പോയി നിന്ന് അവരോട് ഒരു ഫോട്ടോ ചോദിച്ച് എടുക്കുമ്പോൾ അവർ ചേർന്ന് നിൽക്കുന്ന ആ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ തമ്മിൽ പരിചയമുണ്ട്, അയാൾ ആത്മാർത്ഥമായി തന്നെയാണ് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾ എന്ത് കോമാളിത്തരം കാണിച്ചാലും. നമ്മൾ ഈ ആട് സിനിമയിൽ ഈ ഷമീറല്ലേ ഒരു പോലീസുകാരനെ ഇങ്ങനെ എത്തി നോക്കുന്ന ഒരു സെൽഫി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അവസ്ഥയാണ്. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ നമ്മളിങ്ങനെ തരം താഴെ പ്ലീസ് പലരും ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അവരവരുടെ വഴിക്ക് വരും സെലിബ്രിറ്റീസിനെ. എന്തിനിങ്ങനെ പുറകെ നടന്ന് കഷ്ടപ്പെടുന്നത് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി? അതുകൊണ്ട് പേജ് വന്നാൽ ഫോളോ ചെയ്യാം.